പലപ്പോഴും ജോയിൻറ്റ് പെയിൻ ആയിട്ട് അല്ലെങ്കിൽ കൈക്കോ കാലിലോ നീരായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ ഡോക്ടർ പറയും വൈറ്റമിൻ ഡിൻ്റെ ടെസ്റ്റ് നമുക്കൊന്ന് ചെയ്തു നോക്കാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും, വൈറ്റമിൻ ഡി കുറവായിട്ടും കാണപ്പെടാം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇതിനെ പറ്റിയാണ് പറയുന്നത്. ഞാൻ ഡോക്ടർ സരിസയ്ക്ക് QNB ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, വൈറ്റമിൻ ഡി കുറയുന്ന സമയത്ത് എല്ലിനൊക്കെ നല്ല രീതിയിൽ പെയിൻ വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്കായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന പ്രോബ്ലം. അതായത് മുട്ടുവേദന, നടക്കാൻ വേദന, പിന്നെ എല്ലിന് തേയ്മാനം വരിക, അതായത് ഓസ്റ്റോപോറിസിസ് പോലത്തെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ. സോഫ്റ്റ് ആവാൻ തുടങ്ങും എല്ല്, അപ്പം വേഗം ബ്രേക്ക് ആവാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ്, വൈറ്റമിൻ ഡിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം ഒക്കെ വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അപ്പം ഭക്ഷണ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഭക്ഷണം നമ്മൾ കറക്റ്റായിട്ട്, അതായത് ഈ പറയുന്ന എല്ലിനൊക്കെ ഈ നല്ലൊരു ഹെൽത്ത് നമുക്ക് ബൂസ്റ്റ് ചെയ്യേണ്ടെങ്കിൽ, അത് എല്ലിൻ്റെ ഹെൽത്തൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ടെങ്കിൽ അതിനനുസരിച്ച ഭക്ഷണങ്ങൾ ധാരാളം നമ്മൾ കഴിക്കണം. അല്ലാത്ത ഭക്ഷണം എന്തുണ്ടാവും, ഈ പറയുന്ന വേഗം ബ്രേക്ക് ആവാൻ സാധ്യതയുണ്ട്, നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, വേദന വരാൻ തുടങ്ങും. അപ്പോൾ ദിവസം ഡോക്ടറെ കാണിക്കണം എന്നുള്ള ഒരു അവസ്ഥയായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഭക്ഷണ കാര്യത്തിൽ നമ്മൾ ഒത്തിരി മാറ്റങ്ങൾ വരുത്തണം. അപ്പോൾ ഞാൻ എല്ലാ പേഷ്യൻസിനോടും പറയുന്ന കാര്യം, എന്തെങ്കിലും കഴിക്കണം എന്നുള്ള കാര്യമല്ല, നമ്മളെപ്പോഴും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇത് നമുക്ക് എത്രത്തോളം ബെനിഫിറ്റ്സ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഉറപ്പ് വരുത്തണം. അപ്പോൾ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, സൺലൈറ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്, അല്ലേ? അപ്പം ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ പുറത്താണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, പിന്നെ എനിക്ക് എന്തുകൊണ്ടാണ് വൈറ്റമിൻ ഡി കുറയുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ഇതൊരു ചോദ്യം തന്നെയാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്, സ്റ്റഡീസൊക്കെയാണ് ഇപ്പം പോകുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പറയുന്ന ഭക്ഷണങ്ങൾ, വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ അത്യാവശ്യം എന്നുള്ള രീതിയിൽ നമ്മൾ സൺലൈറ്റ്, അതായത് പുറത്ത് ഈ സൂര്യപ്രകാശം കിട്ടാനും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഒരു 9 മണിക്ക് മുന്നേ നല്ലതാണ്, അതുപോലെ തന്നെ 4 മണിക്ക് ശേഷമൊക്കെ നല്ലതാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുഞ്ഞു കുട്ടികൾക്കൊക്കെയാണ് ഈ വൈറ്റമിൻ ഡിൻ്റെ ഡെഫിഷ്യൻസി വരുന്നത്. അതെന്തുകൊണ്ടാണ്, പണ്ടൊക്കെ ആണെങ്കിൽ കുട്ടികൾ വന്ന് അല്പനേരം പുറത്തൊക്കെ കളിച്ച് വൈറ്റമിൻ ഡി ഒക്കെ അത്യാവശ്യം ലഭിക്കും. ഇനി ഭക്ഷണ കാര്യമൊക്കെ നമ്മൾ നോക്കും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഒരുപാട് സമയം ഫോണിലും ടിവിയിലൊക്കെയാണ് കുട്ടികൾ ചെലവഴിക്കുന്നത്. പുറത്ത് എന്നുള്ള ഒരു ലോകം അവർ മറക്കുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തുണ്ട്, ഇമ്മ്യൂണിറ്റി കുറയുന്നുള്ള അവസ്ഥ വരുന്നു. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി കുറയുന്നു. വൈറ്റമിൻ ഡി കുറയുന്ന സമയത്ത് എല്ലിനൊക്കെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത്, അതായത് ബോൺ സ്ട്രെങ്ത് ഒക്കെ കുറയാനാണ് സാധ്യതയുള്ളത്. പിന്നീട് അങ്ങോട്ട് ഒരു 50 വയസ്സൊക്കെ കഴിയുന്ന സമയത്ത് ഈ പറയുന്ന എല്ലിനൊക്കെ തേയ്മാനം വരാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ പ്രഗ്നൻസി സമയത്ത് തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യണം, കറക്റ്റ് ആണോ, ഡെഫിഷ്യൻസി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ നോക്കുക. ഇനി കുറവാണെങ്കിൽ അതിനനുസരിച്ച് ടാബ്ലറ്റ്സ് എടുക്കാൻ വേണ്ടി നോക്കുക. കുഞ്ഞു കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്പിനൊക്കെ വൈറ്റമിൻ ഡി അത്യാവശ്യമാണ്. അതായത് തലച്ചോറ് വികസനത്തിനും ബുദ്ധി വളർച്ചയ്ക്കൊക്കെ വൈറ്റമിൻ ഡി വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ വൈറ്റമിൻ ഡി എന്നുള്ള കാര്യം ഒരു രീതിയിൽ നിസ്സാര കാര്യമല്ല. കാരണം വൈറ്റമിൻ ഡി ഉണ്ടെങ്കിലേ കാൽസ്യം അബ്സോർപ്ഷൻ കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ. വൈറ്റമിൻ ഡി കുറയുന്ന സമയത്ത് സ്കിന്നിനൊക്കെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. തൈറോയ്ഡ് പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ പോലത്തെ, ബ്രസ്റ്റ് ക്യാൻസർ വരാൻ സാധ്യത കൂടുതലാണ്. സ്റ്റഡീസിൽ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വൈറ്റമിൻ ഡി കുറയുന്ന സമയത്ത് ഇത്രത്തോളം പ്രശ്നങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ വരുന്നത്. ഇപ്പോൾ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഇപ്പോൾ നേരിടുന്ന വേറൊരു പ്രശ്നമാണ് അമിതവണ്ണം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുന്ന സമയത്ത്, ഡോക്ടർ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വൈറ്റമിൻ ഡി കുറയുന്ന കാര്യം നമുക്ക് കാണാം. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, വൈറ്റമിൻ ഡി കുറയുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ കൊഴുപ്പായിട്ട് പോകാനും സാധ്യത കൂടുതലാണ്. അല്ലാത്ത സമയത്ത് എനർജി ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനാണ് സാധ്യതയുള്ളത്. അല്ലാത്ത സമയത്ത് അതെന്ത് ചെയ്യും, യൂട്ടിലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് എനർജി ആയിട്ട്. പക്ഷേ ഈ വൈറ്റമിൻ ഡി കുറയുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ കൊഴുപ്പായിട്ടാണ് പോകുന്നത്. അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വൈറ്റമിൻ ഡി കറക്റ്റ് ആണോ എന്നുള്ള കാര്യം. അതിനായിട്ട് നിങ്ങളൊരു 6 മന്ത്സ് എന്ന രൂപത്തിൽ നിങ്ങൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു, വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം. അപ്പോൾ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം നോക്കാം. പാലുൽപ്പന്നങ്ങൾ, പിന്നെ മുട്ട, പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ചെറു മത്സ്യങ്ങൾ, അതുപോലെ തന്നെ ചിക്കൻ. അപ്പോൾ ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതിനൊപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റമിൻ ഡിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുക്കാനോ നോക്കാം. പക്ഷേ നിങ്ങൾ ഈ സപ്ലിമെൻറ്റ്സ് എടുക്കുന്ന സമയത്ത് എപ്പോഴും ഡോക്ടർ നിർദ്ദേശപ്രകാരം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ഓവറായിട്ട് സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും വരാൻ സാധ്യതയുണ്ട്. കാരണം ഓവറാവുന്ന സമയത്തും നമുക്ക് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ എപ്പോഴും ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക.
നോക്കുക. അപ്പം ടാബ്ലറ്റ്സ് എടുക്കുന്ന കറക്റ്റായിട്ടുള്ള നോക്കണം, അതായത് വൈറ്റമിൻ ഡി എല്ലാ ദിവസവും ഒന്നും എടുക്കരുത്. അപ്പം നിങ്ങൾ എപ്പോഴും നോക്കേണ്ട കാര്യമാണ്, ഒരു ഡോക്ടർ നിർദ്ദേശം അനുസരിച്ച് ഫോളോ ചെയ്യുക എന്നുള്ള കാര്യം. വൈറ്റമിൻ ഡി സപ്ലിമെന്റ് എടുക്കുന്ന സമയത്ത് കൊഴുപ്പോട് കൂടിയിട്ടുള്ള ഭക്ഷണത്തിനൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക, എന്നാൽ മാത്രമേ കറക്റ്റായിട്ടുള്ള അബ്സോർപ്ഷൻ ലഭിക്കുകയുള്ളൂ. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത്രത്തോളം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഡോക്ടർ സരിസ കെ, Q&B ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ.